ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യം അതിവേഗം പുരോഗമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിക്കും. നക്സൽ ഭീഷണി രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ ഏകോപനത്തോടെ പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണ തോത് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ നിർമ്മാണം പൂർത്തിയായ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും. ICC പുരുഷ ട്വന്റി ലോകകപ്പിൽ UAEക്കെതിരെ അഫ്ഗാനിസ്ഥാന് 161 റൺസിന്റെ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് 5 ദിവസത്തെ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഫ്രാൻസ്, ബ്രസീൽ, സ്പെയിൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, നെതർലൻഡ്സ്, മൊറീഷ്യസ് എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാർ, അബുദാബി കിരീടാവകാശി തുടങ്ങിയവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രമുഖ നേതാക്കൾ. ഗ്ലോബൽ സൌത്ത് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ആഗോള AI ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ആഗോള AI ആവാസ വ്യവസ്ഥയിൽ പുതിയ പങ്കാളിത്തങ്ങൾ വളർത്തിയെടുക്കാനും വ്യാവസായിക അവസരങ്ങൾ സൃഷ്ടിക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. ആഗോള AI അജണ്ട രൂപപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പങ്ക് ഉച്ചകോടി ശക്തിപ്പെടുത്തും. 100-ലധികം രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുള്ള ഉച്ചകോടിയിലേക്ക് 2 ലക്ഷത്തിലധികം ആളുകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യം അതിവേഗം പുരോഗമിക്കുന്നതായും ആഗോള വികസനത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇംപാക്ട് ഉച്ചകോടിക്കായി ലോകമെമ്പാടുമുള്ളവർ ഇന്ത്യയിലേക്ക് വരുന്നത് ഏറെ അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. ഉച്ചകോടിക്കായി എത്തുന്ന ലോക നേതാക്കൾ, വ്യവസായ സംരംഭകർ, നയരൂപകർത്താക്കൾ, ഗവേഷകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി കുറിപ്പിൽ സൂചിപ്പിച്ചു. AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യയാണ് ശരിയായ സ്ഥലമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യും. AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷം 2026 ഉദ്ഘാടനം ചെയ്യും. ഇരു രാജ്യങ്ങളിലെയും വ്യാപാര പ്രമുഖർ, സംരംഭകർ, ഗവേഷകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിക്കും. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ പ്രത്യേകമായി കേൾക്കും. വാദം കേൾക്കുന്ന 9-അംഗ ബെഞ്ചിന്റെ ഘടന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രത്യേക ഉത്തരവിലൂടെ അറിയിക്കും. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018-ലെ ശബരിമല വിധിയെക്കുറിച്ചുള്ള പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടുന്ന 3-അംഗ ബെഞ്ച് 9-അംഗ ബെഞ്ചിന്റെ മുമ്പാകെ റഫറൻസ് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ APM ടെർമിനൽസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കീത്ത് സെൻസറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള ദീർഘകാല വ്യാപാര ബന്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സമുദ്ര വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നത് തുടരാനും ധാരണയായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വികിരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കോന്നി എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോതായ 8 രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുക്കും. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതിബദ്ധത സ്പീക്കറുടെ പങ്കാളിത്തത്തിലൂടെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിനത്തിൽ സേനാംഗങ്ങൾക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർത്തവ്യ നിർവഹണത്തിനിടെ രക്തസാക്ഷികളായ സേനാംഗങ്ങൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. എല്ലാ കാലത്തും ഭീഷണിയാണ് നക്സൽവാദമെന്നും അത് രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ ഏകോപിച്ച് പ്രവർത്തിക്കുകയാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. दिल्ली की जनता के माध्यम से देश को बताते हुए हर्ष हो रहा है कि हम माओवादी क्षेत्रों को हमेशा के लिए नक्सलवाद से मुक्त करने के बहुत नजदीक हैं. उत्तर पूर्वी क्षेत्र में भी 10,000 से ज्यादा युवा हथियार डालकर मेन स्ट्रीम में लौटे हैं. നിർമ്മാണം പൂർത്തിയായ വിവിധ ജില്ലകളിലെ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ രാജൻ നിർവഹിക്കും. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി റവന്യൂ ടവറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസുകളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുന്നത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ICC പുരുഷ ട്വന്റി ലോകകപ്പിൽ UAEക്കെതിരെ അഫ്ഗാനിസ്ഥാന് 161 റൺസിന്റെ വിജയലക്ഷ്യം. നിശ്ചിത ഓവർ പൂർത്തിയായപ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ UAE 160 റൺസ് നേടി. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മറ്റ് 2 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഇറ്റലിയെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ഓസ്ട്രേലിയ ശ്രീലങ്കയെ രാത്രി 7 മണിക്കും നേരിടും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താ ലാബ് നാളെ ഇടുക്കിയിലെ കുമളിയിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, പ്രസാർഭാരതി.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. സിറിയ ലബനൻ അതിർത്തിക്ക് സമീപം വാഹനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി ലബനൻ സിറിയ അതിർത്തിക്കടുത്ത് ഒരു കാറിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 85 പോയിന്റ് ഉയർന്ന് 82,711-ലും നിഫ്റ്റി 34 പോയിന്റ് നേട്ടത്തിൽ 25,504-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 960 രൂപ കുറഞ്ഞ് 1,14,720 രൂപയും ഗ്രാമിന് 14,340 രൂപയുമാണ് ഇന്നത്തെ വില. പിതൃമോക്ഷ പുണ്യം തേടി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിൽ പങ്കാളികളായി 10,000-ങ്ങൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് ബലിതർപ്പണം ആരംഭിച്ചത്. രാത്രി 12-ന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്നാണ് ബലിതർപ്പണത്തിന് തുടക്കമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യം അതിവേഗം പുരോഗമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിക്കും. നക്സൽ ഭീഷണി രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ ഏകോപനത്തോടെ പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണ തോത് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ നിർമ്മാണം പൂർത്തിയായ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും. ICC പുരുഷ ട്വന്റി ലോകകപ്പിൽ UAEക്കെതിരെ അഫ്ഗാനിസ്ഥാന് 161 റൺസിന്റെ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.